ഇരിഞ്ഞാലക്കുടയിൽ വൻ നിക്ഷേപ തട്ടിപ്പ്. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയോളം രൂപ തട്ടിയതായി പരാതി. മാളെ വൺവേ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. കലാഭവൻ മണി അനുസ്മരണം നടക്കാനിരിക്കെ ശാപമോക്ഷം തേടി കലാഭവൻ മണി സ്മാരക പാർക്കിന് മുന്നിലെ പ്രവേശന കവാടം. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ കവാടത്തിലെ ബോർഡ് ഇതുവരെയും പുനഃസ്ഥാപിച്ചില്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇരിഞ്ഞാലക്കുടയിൽ വൻ നിക്ഷേപ തട്ടിപ്പ്. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയോളം രൂപ തട്ടിയതായാണ് പരാതി. ഇരിഞ്ഞാലക്കുട സ്വദേശികളായ ബിബിൻ സി ബാബുവും 2 സഹോദരങ്ങളുമാണ് തട്ടിപ്പ് നടത്തിയത്. ഇരിഞ്ഞാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 32ഓളം പേരുടെ പരാതിയിൽ 6ഓളം പേരുടെ പരാതിയിലാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95,00,000 രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യ കേസെടുത്തത്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബിബിൻ, ഭാര്യ ജയ്ത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാം എന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ട്രേഡിംഗിലൂടെ ആദ്യകാലങ്ങളിൽ വലിയ തുകകൾ ലഭിച്ചിരുന്നതായും അത് നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചതെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ ലഭിക്കാതായതോടെ സ്ഥാപനത്തിലേക്ക് പലരും പണം അന്വേഷിച്ചെത്തിയതോടെയാണ് ഇവർ മാസങ്ങൾക്ക് മുൻപേ അത്യാഡംബരമായി നിർമ്മിച്ചിട്ടുള്ള ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP റോഡിലെ പാം സ്ക്വയർ ബിൽഡിംഗിലെ സ്ഥാപനം അടച്ചത്. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തായും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സാപ്പ് കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. ഏകദേശം 150ഓളം പേർ ഇപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. മാള വൺവേ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് ആരോപണം. മാള പോസ്റ്റ് ഓഫീസ് മുതൽ മാളക്കുളം വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് നാശോന്മുഖമായിരിക്കുന്നത്. ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ കൃത്യമായി സമയം പാലിക്കുന്നുണ്ട്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന വൺവേ റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത്. മാത്രമല്ല, ഈ റോഡിലൂടെ നിയമാനുസൃതമല്ലാതെയുള്ള വാഹനങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. അനധികൃതമായി റോഡിന് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഈ നമ്മൾ വൺവേ തെറ്റിച്ച ബസ്സുകൾ വരികയാണെങ്കിൽ പോലീസോ MVD അധികാരികൾ നമ്മൾ ഫൈൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴിയിൽ വരാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ ചാലക്കുടി മാള റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളും കൃത്യസമയം മാളയിൽ പാസ് ചെയ്യണം. 35 മിനിറ്റിൽ പാസ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി പോകുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. മാസങ്ങളോളമായിട്ട് ഈ റോഡ് മാളക്കുളത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പോസ്റ്റ് ഓഫീസ് വരെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം ഞങ്ങൾ പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങൾ പ്രത്യക്ഷമായി എന്തെങ്കിലും സമരത്തിലേക്കോ ഒക്കെ നീങ്ങാനാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. മീഡിയ ടൈം, മാള. കലാഭവൻ മണി അനുസ്മരണം മാർച്ച് 6-ന് നടക്കാനിരിക്കെ ശാപമോക്ഷം തേടുകയാണ് കലാഭവൻ മണി സ്മാരക പാർക്കിന് മുന്നിലെ പ്രവേശന കവാടം. വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ കലാഭവൻ മണി പാർക്ക് എന്നെഴുതിയ പ്രവേശന കവാടത്തിലെ ബോർഡ്
ഇതുവരെയും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. നഗരസഭയിൽ ഈ കൗൺസിൽ കാലത്ത് 2 ചെയർമാൻമാർ മാറി വന്നിട്ടും ബോർഡ് നവീകരിക്കാൻ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. ആഴ്ചകൾക്ക് മുൻപ് ചാർജെടുത്ത പുതിയ ചെയർമാനിലാണ് മണിയെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷ. മാർച്ച് 6-ന് മുമ്പെങ്കിലും ബോർഡ് പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മണിയുടെ പേരിൽ ആഘോഷങ്ങൾ നടത്തുമെങ്കിലും ബോർഡ് നവീകരിക്കാൻ മുൻ ചെയർമാൻമാർ തയ്യാറായില്ല. ഇത്തവണയും അനുസ്മരണ പരിപാടികൾ ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പാർക്കിന് അപമാനമായി നിൽക്കുന്ന ബോർഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ് ടൂറിസം വകുപ്പിൻ്റെ സഹകരണത്തോടെ 3 കോടി രൂപ ചിലവിൽ കലാഭവൻ മണി പാർക്കിൻ്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ പുതിയ കൗൺസിലിൻ്റെ കാലത്ത് കുറേ പ്ലാവിൻ തൈകൾ നട്ടതല്ലാതെ ഒരു പ്രവൃത്തികളും നടത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. പാർക്കിനുള്ളിൽ മണിയുടെ ഓർമ്മ പുതുക്കുന്നതിനായി ഒരു ചിത്രം പോലും സ്ഥാപിക്കാനായില്ല. പാർക്കിൻ്റെ ശിലാഫലകം ഇപ്പോഴും ശുചിമുറിയിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 24 മുതൽ മാർച്ച് 4 വരെ ആഘോഷിക്കും. മാർച്ച് 24 ഉത്സവ വിളംബര ദിവസം വൈകിട്ട് മെഗാ തിരുവാതിര, തുടർന്ന് വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ് സംഘടനയുടെ റോബോട്ടിക് ആന സമർപ്പണം എന്നീ ചടങ്ങുകൾ നടക്കും. 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിലായി തിരുവാതിരക്കളി, നാരായണീയ പാരായണം, ദേവി മഹാത്മ്യ പാരായണം, ദീപാരാധന, ദീപക്കാഴ്ച, ശ്രീ ഭഗവതിക്ക് തോറ്റംപാട്ട്, പള്ളിവേട്ട, മറ്റു ക്ഷേത്രകലകൾ എന്നിവ നടക്കും. മാർച്ച് 4 ഭരണി മഹോത്സവ ദിവസം ആറാട്ട്, പിറന്നാൾ സദ്യ, താലി സ്വീകരണം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ഗുരുതി തർപ്പണം, വിവിധ താലാഘോഷ കമ്മിറ്റികളുടെ താലി സ്വീകരണം, നനദുർഗ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടക്കും. CD ശ്രീനാഥ്, ബിനിൽ പ്രതാപൻ, CN ഷാനവാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് തിരുവാതിര കളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി ദേവി മാതാവിക്ക് യജ്ഞം നടത്തുന്നു. 1000-ൽ പരം വനിതകൾ അങ്കമാലി, കൂടൂർ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേശത്തുമുള്ള ടീച്ചേഴ്സും അവരുടെ ശിഷ്യഗണങ്ങളും ഒരുമിച്ച് ആ യജ്ഞം വിജയകരമായിട്ട് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഉത്സവത്തോട് ബന്ധപ്പെട്ട് 8 ദേശത്തു നിന്നുള്ള ദേശക്കാരുടെയും കാവടികളും ആഘോഷങ്ങളും എല്ലാം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അന്നദാനം നടത്താനുള്ള ഭാഗ്യവും ക്ഷേത്ര കമ്മിറ്റിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇത്തവണ പൂർവാധികം ഭംഗിയായിട്ട് തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടത്താൻ സാധിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് സർക്കാർ മോഡൽ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 133ാമത് വാർഷികാഘോഷവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളിൽ യാതൊരുവിധ കുറവുകളും വരുത്താതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ച അതിന് ഇന്ന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള വി ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മക്കളുടെ അറിവ് ഉയർത്തുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും വളർത്തിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം അദ്ദേഹം വായിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബക്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ AA അഷ്റഫ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ എടാട്ടുകാരൻ,
KV രഘു, ലിസി സേവ്യർ, അമ്പിളി സജീവ്, ഉഷ ബാലൻ, ഷീന ബിജുകുമാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച് ചികിത്സ തുടങ്ങി. ഈ കരടിയുടെ പാദത്തിൽ ആന ചവിട്ടുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു. പിൻകാലിനാണ് പരിക്കെന്ന് മൃഗശാല അധികൃതർ സ്ഥിരീകരിച്ചു. ഒരു ടീം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. കരടിക്ക് മറ്റ് ശാരീരിക അവശതകളില്ലെന്ന് മൃഗശാല ഡയറക്ടർ KK സുനിൽകുമാർ അറിയിച്ചു. ആഹാരവും കഴിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ അഗളി, പുത്തൂർ, RRT ടീമുകൾ ചേർന്നാണ് കരടിയെ കൂടുവെച്ച് പിടികൂടിയത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കുഴൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് ജനങ്ങളോട് പറയാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ധനകാര്യ വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ചു. ഒന്ന്, കേരളത്തിൻ്റെ 2024-25 ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരുപിടി ബഡ്ജറ്റുകൾ സഹകരണ സംഘങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റുകൾ എല്ലാ വർഷവും സമയബന്ധിതമായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട്. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാറ് സപ്ലിമെൻ്ററി ബഡ്ജറ്റുകൾ അവതരിപ്പിക്കലാണ്. സഹകരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ സപ്ലിമെൻ്ററി ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വന്ന കണക്കുകളെ ക്രമപ്പെടുത്തലാണ് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും. അതിനാണ് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ അവതരിപ്പിച്ച് പറയാറുണ്ട്. സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. സാജൻ കൊടിയൻ, അഡ്വക്കേറ്റ് ജെനീഷ്, PS സന്തോഷ് കുമാർ, സിൽവി സേവിയർ, ജോജോ, AC ജോയ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലേക്ക് ഒരു മൂലകാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് വരാറില്ല. കേരളത്തിലേക്ക് നമ്മളിവിടെ അധ്യാപകരുടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 വർഷക്കാലമായി ശമ്പളം കിട്ടാത്തതിന് ഒരു അധ്യാപിക ഈ സംസ്ഥാനത്തിനകത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സർക്കാരിന് കീഴിൽ ഏത് വിഭാഗം ജനങ്ങൾക്കാണ് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കണമെന്ന് വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന ഒരു വയോധികൻ ആത്മഹത്യ ചെയ്ത വാർത്ത കുറച്ചു കാലം മുമ്പാണ് നമ്മൾ വായിച്ചത്. ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വന്ന സമയത്ത് അതായത് കളക്ടർക്ക് ഒരു കത്ത് ചെയ്തു, ഞാൻ കിടപ്പ് രോഗിയാണ്, എൻ്റെ മകൻ കിടപ്പ് രോഗിയാണ്, മരുന്ന് വാങ്ങാൻ പണമില്ല, പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി, അതുകൊണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജീവിച്ചു പോകാൻ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു വയോധികൻ ഒരു കളക്ടർ, ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ജില്ലാ ഭരണാധികാരികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭരണകൂടത്തിനുൾപ്പെടെ കത്ത് എഴുതി വെച്ചിട്ട് 15 ദിവസം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ഷേമ സങ്കല്പത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ യാതൊരു ഉറപ്പുമില്ലാതെ പറയാൻ സാധിക്കുന്നതെന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ. ഇവിടെയാണ് വിലക്കയറ്റമില്ല, താങ്കൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ശമ്പളം കൊടുക്കുന്നില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, നിയമനങ്ങൾ നടത്തുന്നില്ല, പിന്നെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ ഇതിന് മുമ്പ് നടന്ന ബഡ്ജറ്റിലാണ്. KPSTA മാള ഉപജില്ലാ പ്രസിഡന്റ് ജിമ്മി ജോസ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ DCC പ്രസിഡന്റ് MJ ജയൻ, പ്രവീൺ M കുമാർ, സാജു ജോർജ്, സുരേഷ് കുമാർ, മുഹമ്മദ് റാഫി, ഷിജി ശങ്കർ, MS സ്മിത, ആംസൺ, വിൽസൺ മാബിള്ളി, സിസ്റ്റർ ഡാലി പോൾ, PS സൂരജ് എന്നിവർ പങ്കെടുത്തു. കണ്ണികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നടവരമ്പ് കല്ലംകുന്നിൽ നിന്നും എഴുന്നള്ളിപ്പ്, കുതിരകളി, തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന,
തായമ്പക, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എന്നിവ നടന്നു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ LSS, USS മോഡൽ പരീക്ഷകൾ നടത്തി. 1100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയും സമൂഹത്തെയും വളർത്തിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതേറെ ദീർഘിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കൊച്ചുമക്കളുടെ മോഡൽ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിട്ട് നിങ്ങൾ മുൻകൂട്ടി നേരത്തെ തന്നെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. ഇതൊരു പ്രാഥമികമായിട്ടുള്ളൊരു ഘട്ടമായിട്ട് നമ്മൾ കാണാം. ഏറെ പഠിക്കാനുണ്ട് നമുക്കെല്ലാം. ജീവിതത്തിലും പഠിക്കാനുണ്ട്, അക്ഷരങ്ങളിലൂടെ പഠിക്കാനുണ്ട്, ലോകത്തറിയാനുണ്ട്. എല്ലാം നമ്മളിലൂടെ കടന്നുപോകും. ജീവിതവും ഒരു പഠനം തന്നെയാണ്. അക്ഷരങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ള രീതികൾ ഉണ്ട്. കാലഘട്ടങ്ങളേറെ മാറിയൊരു സാഹചര്യം കൂടിയുണ്ട്. ലോകം തന്നെ ഒന്നായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ കുട്ടികൾ, അമേരിക്കയിലെ കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിൽ ഒരു വ്യത്യസ്തതകളില്ല. നമ്മുടെ ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളും ഒരേ സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് നമ്മുടെ കുട്ടികൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി M അഖിലേഷ്, CA നസീർ, മോഹൻരാജ് PM, സിംല PC, നൌഷാദ് A, ബാബു PS എന്നിവർ സംസാരിച്ചു. മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നയിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴികാട്ടുന്ന കണ്ണട, സെൻസർ ഘടിപ്പിച്ച വേസ്റ്റ് ബാസ്ക്കറ്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച റോബോ ഫെസ്റ്റ് പ്രദർശനം ശ്രദ്ധേയമായി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, പ്രധാന അധ്യാപിക ഷൈനി ആൻഡോ എന്നിവർ പങ്കെടുത്തു. പ്രദർശനത്തിൽ 15ഓളം പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. അഗ്നിബാധ മുന്നറിയിപ്പ് നൽകുന്ന അലാം, ഇന്റലിജന്റ് സ്ട്രീറ്റ് ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, ഓട്ടോമാറ്റിക് ഡയസ് തുടങ്ങിയ പ്രൊജക്ടുകളും ശ്രദ്ധേയമായി. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ കുട്ടികളുടെ ആശയങ്ങൾ ആർഡിനോ ഉപകരണം ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. കുട്ടികളുടെ ആശയങ്ങൾക്ക് കൈറ്റ് അധ്യാപകരായ അരുൺ പീറ്റർ, KS ചിത്ര എന്നിവർ കോഡിംഗ് തയ്യാറാക്കിയാണ് പ്രദർശനത്തിന് എത്തിച്ചത്. ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ നെക്സസ് ഫിറ്റ്നസ് ആൻഡ് മാർഷ്യൽ ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ദേശീയതല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു ബാലപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ഇവന്റുകൾ ഒരുമിച്ച് നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണിതെന്നും ചെയർമാൻ അറിയിച്ചു. രാജ്യത്തെ 100-ൽ പരം മികച്ച താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. രാവിലെ 9-ന് MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ നെക്സസ് സ്ഥാപകൻ അനാസ് അൽത്താനയും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുടയിൽ വൻ നിക്ഷേപ തട്ടിപ്പ്. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയോളം രൂപ തട്ടിയതായി പരാതി. മാളെ വൺവേ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. കലാഭവൻ മണി അനുസ്മരണം നടക്കാനിരിക്കെ ശാപമോക്ഷം തേടി കലാഭവൻ മണി സ്മാരക പാർക്കിന് മുന്നിലെ പ്രവേശന കവാടം. സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയ കവാടത്തിലെ ബോർഡ് ഇതുവരെയും പുനഃസ്ഥാപിച്ചില്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.